യേശുവിൽ സ്നേഹം നിറഞ്ഞ ദൈവവചനം ശ്രവിക്കുവാൻ കാത്തിരിക്കുന്ന എല്ലാ പ്രിയ മാതാപിതാക്കൾക്കും സഹോദരി സഹോദരങ്ങൾക്കും ക്രിസ്തുവിൻ്റെ സമാധാനം ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം മർക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 39-ാം തിരുവചനം. അവന് അഭിമുഖമായി നിന്ന ശതാധിപൻ അവൻ ഇപ്രകാരം മരിച്ചത് കണ്ട് പറഞ്ഞു, സത്യമായും ഈ മനുഷ്യൻ ദൈവപുത്രനായിരുന്നു. പ്രിയ സഹോദരി സഹോദരങ്ങളെ, യേശുക്രിസ്തു ദൈവപുത്രനാണ് എന്ന് ശിഷ്യന്മാരല്ലാതെ ആദ്യമായി ഒരു വിജാതീയനായ ഒരു വ്യക്തി യേശുവിന് സാക്ഷ്യം പറയുന്ന ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് ശ്രവിച്ചത്. യേശുവിൻ്റെ കുരിശിൻ ചുവട്ടിൽ നിന്നുകൊണ്ട് യേശു മരിച്ചത് കണ്ടുകൊണ്ട് ഇവൻ യഥാർത്ഥത്തിൽ ദൈവപുത്രനായിരുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തുവാൻ ശതാധിപനായ ഒരു യഹൂദൻ ധൈര്യപ്പെടുന്ന കാഴ്ച നമ്മൾക്ക് എത്ര പേർക്ക് യേശു ദൈവപുത്രനാണെന്നും എൻ്റെ രക്ഷകനാണെന്നും പറയുവാൻ സാധിക്കും? യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നവരുടെ കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ യേശുവിൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും, പുതിയ ഭാഷകൾ സംസാരിക്കും, അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും, മാരകമായ എന്ത് കുടിച്ചാലും അതവരെ ഉപദ്രവിക്കുകയില്ല, അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും, അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും. യേശുവിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയും ചെയ്യുവാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് ദൈവവചനത്തിലൂടെ നിങ്ങൾ ശ്രവിച്ചത്. നമ്മൾക്ക് ആ വിശ്വാസമുണ്ടോ? നിങ്ങൾക്കിന്ന് ആ വിശ്വാസം ലഭിക്കുവാൻ എന്തെല്ലാം തിന്മയുടെ ശക്തികൾ നിങ്ങളെ ബന്ധിച്ചിട്ടുണ്ടോ, ഈ നിമിഷം യേശുക്രിസ്തു നിങ്ങളുടെ ഭവനത്തിലേക്കും നിങ്ങൾ ഓരോരുത്തരിലേക്കും കടന്നു വന്ന് ആ തിന്മയുടെ ശക്തികളെ ബന്ധിച്ച് നിങ്ങളുടെ ഭവനത്തെയും നിങ്ങളെയും വിശുദ്ധീകരിക്കുന്നതിന് നന്ദി പറയും. നമ്മളുടെ ദൗത്യം യേശുവിന് സാക്ഷികളാകുക. നമ്മുടെ പ്രേക്ഷിത വേല യേശു ദൈവപുത്രനാണെന്ന് പ്രഘോഷിക്കുക. അനുഗ്രഹങ്ങൾ നിങ്ങളെ തേടിയെത്തും. നിങ്ങളൊരു ദേവാലയമായി മാറും. യേശു പോയിടമെല്ലാം പള്ളികളായി മാറിക്കഴിഞ്ഞു, ദേവാലയങ്ങളായി മാറിക്കഴിഞ്ഞു. നിങ്ങളും ഒരു ദേവാലയമായി മാറുക. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ കൃപയും അനുഗ്രഹവും സമാധാനവും സമൃദ്ധമായിട്ട് നിങ്ങൾക്കുണ്ടാകട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.